These animals are dirty. They stink and they carry communicable diseases. Why aren't they cleaned up before they're brought here? Planet of the Apes, beyond your wildest dreams. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ 1968 വന്നിട്ടുള്ള പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്നുള്ള മൂവിയിലെ സ്റ്റോറി എക്സ്പ്ലനേഷൻ തന്നെയാണ്. അതിൻ്റെ തേർഡ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 2 വീഡിയോ നമ്മൾ ഇതിന് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാവൂ. കാരണം അത് ഇതും കണക്ട് ചെയ്യുന്ന കുറേ കണക്റ്റിംഗ് എലമെൻറ്റ് നമ്മൾ അതിനകത്തും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം എടുത്ത് പറയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാലും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കാരണം എത്ര പേര് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ജസ്റ്റ് ആ ഒരു കാര്യം ഒന്ന് ഓർമ്മിച്ചേക്കാണ്. അതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ജസ്റ്റ് ഒന്ന് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം ചെന്ന് നിർത്തിയിട്ടുള്ളൊരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ എയ്പ്സ് ഈ മനുഷ്യർ, അതായത് കാട്ടുവാസി മനുഷ്യരെ ഹണ്ട് ചെയ്തുകൊണ്ട് പിടിക്കുന്ന സമയത്ത് നമ്മുടെ ജോർജ് ടൈലറിനെയും കൂട്ടത്തിൽ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ നമ്മുടെ ടൈലറിന് സംസാരശേഷി പോയതായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ആ ഒരു സമയത്ത് ബോധം പോയ നമ്മുടെ ടൈലർ പിന്നീട് കണ്ണ് തുറക്കുന്നത് ഒരു ഹോസ്പിറ്റലെന്ന് വേണമെങ്കിൽ തന്നെ എടുത്ത് പറയാൻ പറ്റും. പക്ഷേ അത് എയ്പ്സിന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലല്ല, മനുഷ്യർ, അതായത് വെറ്റിനറി ഹോസ്പിറ്റൽ എന്ന് വേണമെങ്കിൽ തന്നെ എടുത്ത് പറയാൻ പറ്റും. ഏകദേശം സൂ ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലിലാണ് നമ്മുടെ ടൈലർ കണ്ണ് തുറക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ ടൈലർ കാണുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയ്പ്പ് നമ്മുടെ ടൈലറിനെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് തൊണ്ടയിൽ വന്നിട്ടുള്ള ആ ഒരു ബുള്ളറ്റിൻ്റെ ആ ഒരു മുറിവിനെ ഇവർ മരുന്നൊക്കെ വെച്ച് ക്യൂർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം ആ ഒരു സമയത്ത് പെട്ടെന്നൊരു പുതിയ ക്യാരക്ടർ കയറി വരുവാണ്. ആ ഈ ഒരു ക്യാരക്ടർ ഈ ഒരു പടത്തിനകത്ത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. പേരെന്ന് പറയുന്നത് ഡോക്ടർ സീറ എന്നാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര് വെച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് മോശം എയ്പ്പൊന്നുമല്ല, നല്ലൊരു എയ്പ്പാണ്. നമ്മുടെ ഈ ഒരു കഥയിൽ മുന്നോട്ട് നമ്മുടെ ടൈലറിനെ സഹായിക്കാൻ പോകുന്ന ഒരു എയ്പ്പും കൂടെ തന്നെയാണ് ഡോക്ടർ സീറ എന്നുള്ളത്. അതായത് ഒരു ആനിമൽ സൈക്കോളജിസ്റ്റാണ്. അതായത് മനുഷ്യരിൽ കുറച്ച് പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുവാണ്. അപ്പം ഈ ഒരു ക്യാരക്ടർ മെയിൻലി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെ നമ്മുടെ എയ്പ്സിനെ പോലെ തന്നെ സംസാരിക്കാനും ചിന്തിക്കാനൊക്കെ നമ്മുടെ മനുഷ്യരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ആനിമൽ സൈക്കോളജിസ്റ്റാണ് നമ്മുടെ സീറ എന്നുള്ള ഈ ഒരു ക്യാരക്ടർ. അങ്ങനെ നമ്മുടെ ടൈലറിനെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ നമ്മുടെ സീറ എന്നുള്ള ഡോക്ടറിനോട് പറയുകയാണ്, അതായത് ഈ കിടക്കുന്ന മനുഷ്യനെന്ന് പറയുന്നത് എന്തോ സ്ട്രേഞ്ച് ഡ്രസ്സ് ഇട്ടിരിക്കുന്നതായിട്ട് അവരുടെ കണ്ണിൽ പെടുന്നുണ്ട്. അതായത് മറ്റു മനുഷ്യരെ പോലെ കാട്ടുവാസികളെ പോലത്തെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലല്ല കാണുന്നത്. ആ ഒരു മെറ്റീരിയൽ, അതായത് നമ്മുടെ ടൈലർ ഇട്ടിരിക്കുന്ന ആ ഒരു തുണിയിൽ എന്തോ വ്യത്യാസം അവർ കണ്ടുപിടിക്കുന്നുണ്ട്. നമുക്കറിയാം അതെന്ന് പറയുന്നത് ഈ ഒരു ക്യാരക്ടർ വന്നപ്പോൾ ഇട്ടിരുന്ന സ്പേസ് സ്യൂട്ടിൻ്റെ അവശിഷ്ടങ്ങൾ വെച്ചിട്ടാണ് ബോഡി മറച്ചിരുന്നത്. അപ്പം ആ ഒരു സംഭവം തന്നെയാണ് ഇവർക്ക് എന്തോ സ്ട്രേഞ്ചായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സീറോ പെട്ടെന്ന് നമ്മുടെ ടൈലറിൻ്റെ അടുത്തോട്ട് നടന്നു വരുന്നുണ്ട്. അപ്പം ആ ഒരു ഡോക്ടർ പറയാണ്, അടുത്തോട്ട് പോരുത്, വൃത്തികെട്ട മനുഷ്യരാണ്, അതായത് വൃത്തികെട്ട മൃഗങ്ങളാണ്, അടുത്തോട്ട് പോരുത്, എന്ത് രോഗം വരുന്നൊന്നും പറയാൻ പറ്റത്തില്ല, ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ടൈലറിനെ എടുത്തുകൊണ്ട് മറ്റൊരു കേജ് അല്ലെങ്കിൽ ഒരു ജയിലിനകത്തോട്ട് കൊണ്ടിടുകയാണ്. അപ്പോൾ അവിടെ കൊണ്ടിട്ടിട്ട് ഒരു ഗൊറില്ല വന്നിട്ട് വെള്ളം അടിച്ച് ഫുള്ള് നമ്മുടെ ടൈലറിനെ കുളിപ്പിച്ച് ക്ലീൻ ചെയ്യുവാണ്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ സീറ എന്നുള്ള ഒരു ക്യാരക്ടർ നമ്മുടെ ടൈലറിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരുവാണ്. അപ്പോൾ നമ്മുടെ സീറ എന്നുള്ള ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ടൈലർ എന്നല്ലല്ലോ, കാരണം ആ ഒരു ക്യാരക്ടറിന് അറിയത്തില്ല പേരെന്തുവാണ്, എവിടെ നിന്ന് വന്ന മനുഷ്യനാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ടൈലറിനെ കണ്ടിട്ട് ബ്രൈറ്റ് ആയി എന്നാണ് നമ്മുടെ സീറ എന്നുള്ള ഒരു ക്യാരക്ടർ നമ്മുടെ ടൈലറിനെ വിളിക്കുന്നത്. കാരണം ആ ഒരു കണ്ണിൻ്റെ ആ ഒരു നീല കളർ കണ്ടിട്ട് തന്നെ ആയിരിക്കണം ബ്രൈറ്റ് ആയി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ ടൈലറിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് നമ്മുടെ സീറ പറയുകയാണ്, സംസാരിക്കാൻ ട്രൈ ചെയ്യ്, ഇങ്ങനെ ആംഗ്യത്തിൽ പറയുവാണ്. അപ്പം നമ്മുടെ ടൈലറിന് എന്തായാലും സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം തൊണ്ടയ്ക്ക് വെടിയുണ്ടോണ്ട് അത് നടക്കത്തില്ലെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ നമ്മുടെ സീറ വിചാരിക്കുന്നത് മറ്റ് നോർമൽ മനുഷ്യരെ പോലെ സംസാരിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ്. അപ്പം ജസ്റ്റ് ട്രെയിൻ ചെയ്യാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ടൈലർ ആ ഒരു ജയിലിന് പുറത്തോട്ട് കൈയിട്ടിട്ട് നമ്മുടെ സീറാനെ ഇങ്ങനെ കയ്യിൽ ആംഗ്യം കാണിച്ച് അടുത്തോട്ട് വിളിക്കുന്നതായിട്ട് നമ്മുടെ ടൈലർ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ സീറയ്ക്ക് ഇതെന്തോ ഭയങ്കര ഒരു വ്യത്യസ്ത രീതിയിൽ മനുഷ്യൻ പെരുമാറുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ സീറ അടുത്തോട്ട് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ടൈലർ ഒരു ചാടി പിടിച്ച് കൊങ്ങയ്ക്ക് പിടിക്കുകയാണ്. കൊങ്ങയ്ക്ക് പിടിച്ചതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീറയുടെ കയ്യിലൊരു നോട്ട് പാഡ് ഉണ്ട്. കാരണം മനുഷ്യരുടെ ഓരോ പുതിയ പുതിയ മൂവ്മെൻറ്റുകളെ അവർ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ആനിമൽ സൈക്കോളജിസ്റ്റാണ്. അപ്പം അതുകൊണ്ട് ഓരോ മൂവ്മെൻറ്റ്സ് മനുഷ്യരുടെ വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റങ്ങളെ ആ ഒരു നോട്ട് പാഡിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ ടൈലർ വിചാരിച്ചത് ഈ ഒരു നോട്ട് പാഡ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് എഴുതി കാണിച്ചാൽ ഈ ഒരു ക്യാരക്ടറിന് മനസ്സിലാവും എന്നുള്ളൊരു കാര്യം നമ്മളെ ടൈലർ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു സീറ എന്നുള്ള ക്യാരക്ടറിനെ കയറി ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു സമയത്ത് അവിടുത്തെ പടന്മാരായിട്ടുള്ള ഗൊറില്ല ഓടി വന്നിട്ട് നമ്മുടെ ടൈലറിനെ എടുത്തിട്ട് പിന്നെ അടിച്ച് തല്ലി ചതയ്ക്കുവാണ്. അപ്പം ആ ഒരു സമയത്താണ് ഈ ഒരു പടത്തിനകത്തുള്ള മറ്റൊരു ക്യാരക്ടറിൻ്റെ ഒരു എൻട്രി സംഭവിക്കുന്നത്. അപ്പം ഈ ഒരു ക്യാരക്ടറിൻ്റെ പേരെന്ന് പറയുന്നത് ഡോക്ടർ സയസ് എന്നാണ് പറയുന്നത്. ഒരു വില്ലനാണെന്ന് പറയാം, പക്ഷേ വില്ലൻ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റ് സിനിമകളിൽ പോലെ ചാടി അടിക്കുകയും ബഹളവും അങ്ങനത്തെ ക്യാരക്ടറൊന്നുമല്ല. സംസാരത്തിൽ കൂടെയാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ വില്ലത്തരം നമുക്ക് മനസ്സിലാവുന്നത്.
അപ്പം ഈ ഡോക്ടർ സയസ് എന്നുള്ള ക്യാരക്ടർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഒരു പ്ലാനറ്റിലെ മിനിസ്റ്റർ ഓഫ് സയൻസും അതേപോലെ ഡിഫൻഡർ ഓഫ് ഫെയ്ത്ത് എന്നും പറയുന്നുണ്ട്. അതായത് സയൻസിൻ്റെ ഒരു മിനിസ്റ്ററും അതേപോലെ തന്നെ അവിടുത്തെ ഈ ഒരു വിശ്വാസികളുടെ ഒരു ഡിഫൻഡർ എന്ന് വേണമെങ്കിൽ തന്നെ എടുത്ത് പറയാൻ പറ്റും. കാരണം അവിടുത്തെ ഇവരുടെ ഒരു കൾച്ചറിൽ നമ്മുടെ മതം ഒരു സംഭവം അവർക്കൊരു മെയിൻ ഈവൻറ്റ് സംഭവം തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു മെയിൻ ആളും കൂടെയാണ് നമ്മുടെ ഈ ഒരു ഡോക്ടർ സയസ് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങേർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, അതായത് മനുഷ്യരെ പറ്റിയിട്ടുള്ള കുറച്ച് മെയിൻ കാര്യങ്ങൾ നമ്മുടെ ഈ ഡോക്ടർ സയസിന് അറിയാം. അത് നമ്മൾക്ക് ഈ കഥ മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ സിറ പറയുകയാണ് ഈ ഒരു മനുഷ്യനെന്ന് പറയുന്നത് മറ്റു മനുഷ്യരെ പോലെ അല്ല, ഇച്ചിരി കൂടെ ഇൻ്റലിജൻ്റ് ആണെന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടർ സയസ് പറയുന്നത് നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നത് ജസ്റ്റ് അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അല്ലാതെ അവർ ഇൻ്റലിജൻ്റ് ഒന്നും അല്ല, ഒരിക്കലും അങ്ങനെ ആവത്തുമില്ലെന്നാണ് നമ്മുടെ ഡോക്ടർ സയസ് പറയുന്നത്. അതിനുശേഷം ഇങ്ങനെ ഇവിടുന്ന് പോയതിന് ശേഷം നമ്മുടെ ജോർജ് ടൈലർ പിന്നെയും ആ ഒരു കൂട്ടിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്നതായിട്ട് നമ്മുടെ ഡോക്ടർ സിറ എന്നുള്ള ഈ ഒരു ക്യാരക്ടർ കാണുന്നുണ്ട്. അപ്പം നമ്മളെ ഈ ഒരു കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മളൊരു കാണാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യ സ്ത്രീ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ ജോർജ് ടൈലറിന് ഒരു കൂട്ടം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പെയറായിട്ട് ആ ഒരു കൂട്ടിലോട്ട് കൊണ്ടിടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സമയത്ത് ഈ ഒരു പെണ്ണ് വന്നിട്ട് നമ്മുടെ ജോർജ് ടൈലറിനെ മണക്കുകയും തൊടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ മൃഗങ്ങൾ എങ്ങനെ പെരുമാറുന്നോ അതേപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പെണ്ണ് നമ്മുടെ ടൈലറിനോട് പെരുമാറുന്നത്. അതിനുശേഷം പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവരെയൊക്കെ രാവിലെ ആവുന്ന സമയത്ത് ഈ കേജ് അല്ലെങ്കിൽ ഈ ഒരു ജയിലിൻ്റെ പുറത്തൊരു കൂട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. അതായത് ഒരു സൂ എന്ന് വേണമെങ്കിൽ തന്നെ അടുത്ത് പറയാൻ പറ്റും. മറ്റ് എയ്പ്സുകൾക്ക് മനുഷ്യരെ കാണാനൊക്കെ ആയിട്ട് അവിടെ കൊണ്ടിട്ടേക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് നടക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കഥയിലെ അടുത്തൊരു പുതിയ ക്യാരക്ടറിനെ നമ്മൾ ഈ ഒരു സീനിൽ വെച്ചിട്ടാണ് കാണുന്നത്. ഈ ഒരു കഥാപാത്രത്തിൻ്റെ പേരെന്ന് പറയുന്നത് കൊർണീലിയസ് എന്നാണ് പറയുന്നത്. കൊർണീലിയസ് എന്ന് പറയുന്നത് ഒരു ആർക്കിയോളജിസ്റ്റാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ട ഡോക്ടർ സിറ എന്നുള്ള ആ ഒരു പെൺ ക്യാരക്ടറിൻ്റെ ഹസ്ബൻഡാണ് നമ്മുടെ ഈ ഒരു കൊർണീലിയസ് എന്നുള്ള ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ അതായത് ഈ ചരിത്രത്തിലൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ഈ ഒരു ക്യാരക്ടർ പല തിയറീസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്നുണ്ട്. നമ്മുടെ റിയൽ വേൾഡിലെ പോലെ തന്നെ അതായത് എയ്പ്സിന് മുന്നേ ഇവിടെ പല ഇൻ്റലിജൻറ്റ് ലൈഫ് കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്നും അങ്ങനെയുള്ള കുറച്ച് റിസർച്ചിലേക്കാണ് നമ്മുടെ കൊർണീലിയസ് എന്നുള്ള ഈ ഒരു ക്യാരക്ടർ. പക്ഷെ അതാരും അങ്ങനെ കാര്യമാക്കിയിട്ടില്ല. കാരണം എയ്പ്സിന് മുന്നേ വേറെ കൾച്ചറൊക്കെ ഉണ്ടെന്ന് ആർക്കും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പം ആ ഒരു തരത്തിലാണ് നമ്മുടെ കൊർണീലിയസിനെ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൊർണീലിയസിനെ നമ്മുടെ സിറ കൊണ്ടുവന്നിട്ട് നമ്മുടെ ടൈലറിനെ കാണിക്കുകയാണ്. അതായത് ബ്രൈറ്റ് എന്നുള്ള ഈ ഒരു മനുഷ്യനെ കൊണ്ട് കാണിക്കുകയാണ്. ഇവൻ ഭയങ്കര വ്യത്യസ്തമായിട്ട് പെരുമാറുന്നുണ്ട്, നിൻ്റെ റിസർച്ചിന് ഇത് ചിലപ്പം എന്തെങ്കിലും ഹെൽപ്ഫുൾ ആവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മുടെ സിറ കൊണ്ട് നമ്മുടെ ഈ ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ നേരത്തെ കണ്ട ഡോക്ടർ സയസ് എന്നുള്ള ആ ഒരു ക്യാരക്ടർ കുറച്ച് ആൾക്കാരുമായിട്ട് നമ്മുടെ മനുഷ്യരെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ ടൈലർ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മണ്ണിൽ എഴുതി കാണിക്കുകയാണ്. അതായത് എനിക്ക് സംസാരിക്കാനും വായിക്കാനും അറിയാം, ഞാൻ ഇവിടുത്തവനല്ല എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഒരു വേർഡ് അവിടെ തറയിൽ മണ്ണിൽ എഴുതി കാണിക്കുകയാണ്. അപ്പം ഈ ഒരു സമയത്ത് മറ്റേവരിത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ടൈലറിൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരു ഫീമെയിൽ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു പെൺ കഥാപാത്രം നമ്മുടെ ടൈലർ തറയിൽ എഴുതിയിരുന്ന ഒരു സംഭവം മായ്ക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ടൈലറിന് തീർച്ചയായിട്ടും കലിപ്പ് വരും. അതുകൊണ്ട് ആ പെണ്ണിനെ എടുത്തിട്ട് 2 ഇടിയും കൊടുത്ത് ആ ഒരു കൂട്ടിനകത്ത് മുട്ടനൊരു അലമ്പുണ്ടാക്കുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് മറ്റ് ഗൊറില്ലകൾ വന്നിട്ട് നമ്മുടെ ടൈലർ ഫൈറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ഹ്യൂമൻ ക്യാരക്ടേഴ്സിനെയും അടിച്ചിട്ട് തിരിച്ച് ആ ഒരു ജയിലിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു കേജിനകത്തോട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി അവർക്ക് ഓർഡർ ഇടുകയാണ്. അങ്ങനെ നമ്മുടെ ടൈലറിനെ തൊണ്ടയിൽ ബെൽറ്റൊക്കെ ഇട്ട് മൃഗങ്ങളെ കൊണ്ടുപോകുന്ന പോലെ തന്നെ ആ ഒരു കേജിനകത്തോട്ട് കൊണ്ടിടുന്നതായിട്ടാണ് നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ സിറ പുറകെ ഓടിച്ചെന്നിട്ട് പറയുന്നുണ്ട് അവരെ ആ തല്ലരുത്, കാരണം അവർക്ക് റിസർച്ചിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മൃഗം അല്ലെങ്കിൽ ഒരു ആനിമലാണ് നമ്മുടെ ഈ ഒരു ബ്രൈറ്റ് എന്നുള്ള ടൈലർ. അതുകൊണ്ട് അവനെ തല്ലരുതെന്നുള്ള കാര്യവും പറഞ്ഞ് നമ്മുടെ സിറ പുറകെ പോവുകയാണ്. അങ്ങനെ സിറ ചെന്നിട്ട് നമ്മുടെ ടൈലറിനെ സംസാരിക്കാനും തിങ്ക് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുന്നതായിട്ട് നമുക്ക് പിന്നീട് കാണാൻ പറ്റും. എന്നിട്ട് അവിടെ വെച്ചിട്ട് നമ്മുടെ സിറ നമ്മുടെ ബ്രൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ടൈലറിനോട് മാപ്പ് പറയുകയാണ്. കാരണം നിന്നെ ഒരിക്കലും തല്ലണമെന്ന് വിചാരിച്ചതല്ല, കാരണം ഇവിടുത്തെ റൂൾസും റെഗുലേഷൻസ് എല്ലാം അങ്ങനെ തന്നെയാണ്, മനുഷ്യരെ അത്ര വെറുപ്പോട് കൂടി തന്നെയാണ് എയ്പ്സ് എല്ലാം കാണുന്നതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു എയ്പ്സ് എല്ലാം മനുഷ്യർ ഇത്ര വെറുക്കാനുള്ളൊരു റീസൺ ഈ ഒരു പടത്തിൻ്റെ ക്ലൈമാക്സിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ ടൈലർ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ സിറയുടെ കയ്യിലിരുന്ന ആ ഒരു നോട്ട് പാഡ് പിന്നെയും പോയി അറ്റാക്ക് ചെയ്ത് അല്ലെങ്കിൽ പിടിച്ച ആ ഒരു സംഭവത്തിനകത്ത് നമ്മുടെ ടൈലർ മൈ നെയിം ഈസ് ടൈലർ എന്നുള്ളൊരു പേര് ആ ഒരു നോട്ട് പാഡിനകത്ത് എഴുതി നമ്മുടെ സിറയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിറ ഇത് കാണുന്ന സമയത്ത്
ഭയങ്കര രീതിക്ക് അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം മനുഷ്യർ ഇങ്ങനെ എഴുതും അല്ലെങ്കിൽ വായിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ ടൈലർ പെരുമാറുന്ന കണ്ടപ്പോൾ ഭയങ്കര അത്ഭുത രീതിയിലാണ് അവർക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ഡോക്ടർ സിറ എന്നുള്ള ഈ ഒരു പെൺ എയ്പ്പ് പെട്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ ടൈലറിനെ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ ഇവിടുന്ന് പെട്ടെന്ന് ഈ കൂട്ടിൽ നിന്ന് പുറത്തിറക്കണമെന്ന് പറയുകയാണ്. പക്ഷേ അവിടെ നിൽക്കുന്ന ഭടന്മാരത് സമ്മതിക്കുന്നില്ലെങ്കിലും പക്ഷേ നമ്മുടെ സിറയുടെ ഓർഡർ അവിടെ എല്ലാവരും കേൾക്കുന്ന രീതിയിലാണ്. അപ്പോൾ ആ ഒരു പൊസിഷനിലാണ് ഡോക്ടർ സിറ എന്നുള്ള ഈ ഒരു പെൺ എയ്പ്പിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ടൈലറിനെ അവിടെ നിന്ന് ഇറക്കിയിട്ട് നമ്മുടെ കൊർണീലിയസിൻ്റെയും സിറയുടെയും വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ നമ്മുടെ കൊർണീലിയസ് എന്നുള്ള ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ടൈലറിൻ്റെ ഈ ഒരു എഴുതാൻ പറ്റുന്ന കഴിവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെടുന്നില്ല. പക്ഷേ അതൊന്നും ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ റിയൽ വേൾഡിൽ ഒരു പട്ടി എണീറ്റ് സംസാരിക്കുന്നതെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് റിയലി കണ്ടാൽ നമുക്കത് അങ്ങോട്ട് പെട്ടെന്ന് ഉൾക്കൊള്ളാനും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കൊർണീലിയസിനെ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇവർ ഓരോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മുടെ ടൈലർ ഓരോ പേപ്പറിൽ ഉത്തരം എഴുതി കൊടുക്കുവാണ്. സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെ എഴുതി കൊടുക്കുവാണ്. അതായത് ആ ഒരു കാട്ടിൽ വെച്ച് ഞങ്ങളെ എയ്പ്സ് ഹണ്ട് ചെയ്യുന്ന സമയത്ത് ഡോഡ്ജ് അല്ലെങ്കിൽ തോമസ് ഡോഡ്ജ് എന്നുള്ള ആ ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോൺ ലാൻഡൺ എന്നുള്ള അയാൾക്ക് എന്ത് പറ്റിയെന്ന് നമ്മുടെ സിറയോട് ചോദിക്കുകയാണ്. അപ്പം ഇവർക്ക് അവരെ പറ്റിയൊന്നും വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവർക്ക് അറിയത്തില്ലെന്ന് തന്നെയാണ് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ടൈലറോട് അവർ ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ടൈലർ എഴുതി കൊടുക്കുകയാണ്. അതായത് ഞാൻ ഇവിടെ പറന്ന് വന്നിട്ട് ഇവിടെ ക്രാഷ് ലാൻഡ് ചെയ്തതാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കൊർണീലിയസും സിറയ്ക്കും അങ്ങോട്ട് തലയിലോട്ട് ബൾബ് കത്തുന്നില്ല. കാരണം പറന്നു വന്നെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവർക്ക് ഫ്ലൈയിങ് അല്ലെങ്കിൽ പറക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റേ അവരുടെ തലയിൽ ഇതുവരെ ഉദിച്ചിട്ടില്ല. അപ്പം ആ ഒരു സമയത്താണ് നമ്മുടെ ടൈലർ പറയുന്നത് പറന്നാണ് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ വന്ന് ഇറങ്ങിയെന്ന് പറയുന്നത്. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ ടൈലർ അവിടെ ഇരുന്നൊരു പേപ്പർ എടുത്തിട്ട് നോർമലി ഒരു പേപ്പർ പ്ലെയിൻ ഉണ്ടാക്കി പറത്തി വിടുന്നതാണ്. പക്ഷേ ഈ ഒരു സംഭവം അവർ എന്തോ ഭയങ്കര വലിയ സംഭവം കണക്കാണ് നമ്മുടെ കൊർണീലിയസും സിറയും കാണുന്നത്. അപ്പം ആ ഒരു സമയത്ത് അവരിത് ഷോക്കായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ടൈലർ ചോദിക്കും ഇവിടെ മാപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പെട്ടെന്നൊരു മാപ്പ് കൊണ്ട് കാണിക്കുകയാണ്. അപ്പം ആ ഒരു മാപ്പിനകത്ത് നമ്മുടെ ടൈലർ എവിടെ വന്നിട്ടാണ് ക്രാഷ് ലാൻഡ് ചെയ്തതെന്നും അത് എത്ര കാട്ടിൽ കൂടെ മലയിൽ കൂടെ ഒക്കെ നടന്നിട്ടാണ് ആ ഒരു കാട്ടിൽ വന്ന് എത്തിപ്പെട്ടത്, ആ കാട്ടിൽ നിന്നാണ് നമ്മുടെ എയ്പ്സ് വന്നവർ ഹണ്ട് ചെയ്തുകൊണ്ട് പോയെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് നമ്മുടെ കൊർണീലിയസ് എന്നുള്ള ക്യാരക്ടർ പറയുകയാണ് അതിനൊട്ടും സാധ്യതയില്ല. കാരണം നിങ്ങൾ ഈ കാണിച്ചിട്ടുള്ള സ്ഥലം മൊത്തം ഒരു ഫോർബിഡൻ സോൺ എന്നാണ് പറയുന്നത്. അതായത് എയ്പ്സിന് ഒരിക്കലും പൊയ്ക്കൂടാത്ത ഒരു വിലക്കപ്പെട്ട സ്ഥലമെന്നാണ് നമ്മുടെ കൊർണീലിയസ് പറയുന്നത്. കാരണം അവിടുന്ന് ആരും അങ്ങനെ സർവൈവ് ചെയ്ത് വന്നിട്ടില്ലെന്നും പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോർബിഡൻ സോൺ എന്ന് പറയുന്നത് ഈ ഒരു പടത്തിനകത്ത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതിനെപ്പറ്റി നമുക്ക് വരുന്ന വീഡിയോ തന്നെ സംസാരിക്കാം. ആ ഒരു സമയത്ത് നമ്മുടെ സിറ എന്നുള്ള ഈ ഒരു ക്യാരക്ടർ കൊർണീലിയസിനോട് ചോദിക്കുവാണ് നിൻ്റെ ആ ഒരു ഹൈപ്പോത്തീസിന് ഒരു നല്ലൊരു സ്ട്രോങ് എവിഡൻസ് ആണ് നമ്മുടെ ഈ ഒരു ടൈലർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഈ ഒരു ഹൈപ്പോത്തീസ് അതായത് ഈ കൊർണീലിയസ് എന്ന് പറയുന്നത് ഒരു ആർക്കിയോളജിസ്റ്റ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം അങ്ങേർക്ക് ഒരു തിയറി ഉണ്ടായിരുന്നു. അതായത് എയ്പ്സ് ഇവോല്യൂഷൻ ചെയ്ത് വരുന്നതിന് തൊട്ട് മുന്നേ അതായത് മനുഷ്യരിൽ നിന്നാണ് എയ്പ്സ് ഇവോൾവ് ആയെന്നാണ് ഇവരുടെ ഈ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് നമ്മുടെ കൊർണീലിയസിന് ഒരു തെളിവ് കിട്ടിയത് ഈ ഒരു ഫോർബിഡൻ സോൺ എന്നുള്ള ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ്. അപ്പം ആ ഒരു സംഭവം നമ്മുടെ സിറ നമ്മുടെ കൊർണീലിയസിനോട് ചോദിക്കുന്ന സമയത്ത് അതിന് വലിയ തെളിവൊന്നുമില്ല, ജസ്റ്റ് 2-3 ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇപ്പോഴൊന്നും ഉറപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറയുവാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊർണീലിയസിൻ്റെ ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു ഹൈപ്പോത്തീസിസ് മറ്റ് എയ്പ്സിൻ്റെ ഫ്രണ്ടിൽ പോയി പബ്ലിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ അതായത് ഡോക്ടർ സയസ് എന്നുള്ള ആ ഒരു ക്യാരക്ടറിന് ഈ ഒരു ഫെയ്ത്തിൻ്റെ ഒരു ലീഡറാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അയാൾ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ളൊരു എഴുതിപ്പെട്ട അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു മതവിശ്വാസങ്ങളും സയൻസും എല്ലാം ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടാണ്. അതിൻ്റെ ഒറിജിനൽ സത്യം എന്തുവാണെന്ന് ഒരു എയ്പ്സിനും അറിയത്തില്ല. അതായത് ഈ ഒരു ഡോക്ടർ സയസ് എന്നുള്ള ഈ ഒരു ക്യാരക്ടറിന് എന്തിനാണ് ഈ ഒരു റീസൺ എല്ലാം മറച്ച് വയ്ക്കുന്നതെന്നുള്ളൊരു കാര്യവും നമുക്ക് ഈ ഒരു പടത്തിൻ്റെ ക്ലൈമാക്സിലോട്ട് എത്തുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു ടൈലർ ഇവിടുന്ന് ഇനി എങ്ങനെ മുന്നോട്ട് പോയി സർവൈവ് ആവും അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ ഈ ഒരു പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ് മൂവി ഫ്രാഞ്ചൈസി ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഇതേപോലുള്ള കൂടുതൽ കണ്ടന്റ് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.